ഫാൻസ് കുറെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ പോകുമ്പോ. എന്റെ ജാസിം, പുതിയ വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. എങ്ങനെയാണ് ഈ ഒരു ഫ്രീ സ്റ്റൈലിലേക്ക് എത്തിയത്? ആദ്യം ഫോക്കസ് ഫുട്ബോൾ ആയിരുന്നു. പൊതുവെ മലപ്പുറത്താണ് കൂടുതലും ഫുട്ബോൾ പ്രേമികളുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. റീസെന്റ് ഇപ്പൊ 3 മില്യൺ വ്യൂസ് വന്നൊരു വീഡിയോ ഉണ്ടായല്ലോ, ഉമ്മയും വാപ്പയും കൂടി കളിക്കും. അത് ഉമ്മയല്ല, അത് ഉമ്മാമയാണ് എന്റെ. ഏതൊക്കെ തരം വെറൈറ്റി ട്രിക്സ് ചെയ്യും? ജാസിം ഫ്രീ സ്റ്റൈൽ എന്നുള്ള പേര് കൊടുക്കുന്നതിന് കുറെ ആൾക്കാർ കളിയാക്കിയിട്ടു. എന്താ സംഭവം അറിയാത്തതുകൊണ്ട് ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫുട്ബോൾ കൊണ്ട് ഫ്രീ സ്റ്റൈൽ ചെയ്യുന്ന, ഇപ്പൊ സോഷ്യൽ മീഡിയയിലെല്ലാം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മിസ്റ്റർ ജാസിം ആണ്. ഹായ് ജാസിം, വെൽക്കം ടു ദി ഷോ. എന്റെ ജാസിം, പുതിയ വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. എങ്ങനെയാണ് ഈ ഒരു ഫ്രീ സ്റ്റൈലിലേക്ക് എത്തിയത്? ആ ജേർണി ഒന്ന് പറയാമോ? ഞാൻ ഫുട്ബോൾ ഫ്രീ സ്റ്റൈൽ അല്ലായിരുന്നു ആദ്യം ഫോക്കസ്, ഫുട്ബോൾ ആയിരുന്നു. സോ ഫുട്ബോളിൽ നിന്ന് ഫ്രീ സ്റ്റൈലിലേക്ക് മാറി ഇതാ ഫ്രീ സ്റ്റൈൽ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോൾ തുടങ്ങിയതാണ് ഈ ഒരു ജേർണി? എപ്പോഴാണ് തനിക്ക് ഇങ്ങനത്തെ ഒരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്? ലൈക്ക് ഫുട്ബോൾ പാഷനായ ടൈമിൽ കൂടുതൽ ഫോക്കസ് ഫുട്ബോളിനോട് തന്നെ പ്രാക്ടീസ് തുടങ്ങി. അപ്പം അതിൽ ഞാൻ എൻ്റെ നാട്ടിൽ ലൈക്ക് ഫുട്ബോൾ ഒരു പാഷനായിട്ട് നടക്കുന്നൊരു സ്ഥലമല്ല. മൊത്തത്തിൽ 7സും 5സും ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അക്കാദമിയോ അല്ലെങ്കിൽ നല്ലൊരു കോച്ചിങ്ങോ അതൊന്നും ഇല്ല അവിടെ. അതുകൊണ്ട് കൂടുതൽ തന്നെ ഞാൻ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ ഫ്രീ സ്റ്റൈലിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടുവന്ന്. പിന്നെ കൊറോണ ടൈം ആയപ്പോൾ ജസ്റ്റ് വീഡിയോ ഇട്ട് തുടങ്ങി, അത് കയറി, അങ്ങനെയാണ് ഫ്രീ സ്റ്റൈലിലേക്ക് എത്തിയത്. അതെ, പൊതുവെ മലപ്പുറത്താണ് കൂടുതലും ഫുട്ബോൾ പ്രേമികളുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. കോഴിക്കോടല്ലേ? കോഴിക്കോട് സ്ഥലം. ഓക്കെ, അപ്പോൾ ഏതൊരു പ്രായം തൊട്ടായിരുന്നു ലൈക്ക് അപ്പോൾ സ്റ്റഡീസും ഈ ഇതും കൂടിയും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റിയത്? 10th കഴിഞ്ഞ് ഫ്രീ സ്റ്റൈലിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഫുട്ബോൾ ആദ്യം പാഷനാണ്. സ്റ്റഡീസിനെക്കാളും കൂടുതൽ ഫോക്കസ് ഫുട്ബോളിലായിരുന്നു. സോ പിന്നെ ഫ്രീ സ്റ്റൈൽ എൻ്റെ ഒരു കസിനാണ് ഫ്രീ സ്റ്റൈൽ എന്നുള്ളൊരു സാധനം പറഞ്ഞിരുന്നത്. അപ്പം എനിക്കത് ഈ ഒരു ഫ്രീ സ്റ്റൈൽ എന്നൊരു ഗെയിം ഉണ്ട്, ഇത് ഫുട്ബോളിൽ ചെയ്യുന്നൊരു ഗെയിമാണ്, സ്കില്ല് കൂടുതൽ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, കൺട്രോളുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഒരു ഐഡൻറ്റി തന്നു. പിന്നെ ഞാൻ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഞാൻ സ്കൂൾ ടീമിലുണ്ടായിരുന്നു, കളിച്ചു. പിന്നെ ലൈക്ക് ഫ്രീ സ്റ്റൈലിലേക്ക് വന്നതിന് ശേഷം പിന്നെ കൂടുതലും സ്പോർട്സ് ഒരു ഫ്രീ സ്റ്റൈൽ തന്നെ ഫോക്കസ് ചെയ്യാന്നുള്ളതായി. ഈ സ്പോർട്സ് കൊണ്ട് എനിക്ക് ഫുട്ബോൾ കൊണ്ട് അത്ലറ്റ്സിന് സുഖമാണ് ഈ വലിയ വലിയ ഗെയിംസിലേക്ക് ഇറങ്ങാൻ. നേരെ മറിച്ച് ഫുട്ബോളേഴ്സിന് ഒരു ടീമിനെ തന്നെ മൊത്തത്തിൽ എടുക്കുന്നതാണ്. അപ്പം കൂടുതൽ ഫോക്കസ് ഈ ഫ്രീ സ്റ്റൈലാണെന്ന് തോന്നി, പിന്നെ ഫ്രീ സ്റ്റൈൽ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഡെയിലി എത്ര മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യും? കൊറോണ ടൈം സ്റ്റാർട്ടിങ്ങിടെ അത്യാവശ്യം കൂടുതൽ ടൈം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറവാണ് പ്രാക്ടീസ്. എന്നാലും 2 days കൂടുമ്പോഴാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഇപ്പം എത്ര ഇയേഴ്സ് ആയിട്ടുണ്ടാവും ഈ ഒരു ഫ്രീ സ്റ്റൈൽ കൊണ്ട്? കൊറോണ കഴിഞ്ഞതിന് ശേഷം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4-5 കൊല്ലമായി ഇപ്പോൾ. 5 കൊല്ലം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറീസോ കാര്യങ്ങളോ പറ്റിയിട്ടുണ്ടോ? ഇഞ്ചുറീസ് നമുക്ക് ഓപ്പോസിറ്റ് ഒരു പ്ലെയർ ഇല്ലല്ലോ, ഓപ്പോണന്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇഞ്ചുറീസ് കുറവാണ്. പിന്നെ ഫ്ലിപ്പിങ്ങിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലേ ഉള്ളൂ. ഏതൊക്കെ തരം വെറൈറ്റി ട്രിക്സ് ചെയ്യും? ഞാൻ ബേസിക് സ്കിൽസ് ആണ് ഇപ്പം മെയിനായിട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ ചെയ്യുന്ന ഓൾമോസ്റ്റ് ആൾക്കാരും ബേസിക്കാണ് ചെയ്യുന്നത്. പിന്നെ വലിയ വലിയ പിന്നെ സ്കിൽസ് ഉണ്ട്. അപ്പം എന്നാലും ഓരോന്നിങ്ങനെ ചേഞ്ച് ആക്കി നോക്കും, ഓരോന്നിങ്ങനെ ഡിഫറെൻറ്റ് നോക്കും. ഞാനിപ്പം ഫോക്കസ് ചെയ്യുന്നത് സ്കില്ലിനെക്കാളും കൂടുതൽ ഈ പറഞ്ഞ നിങ്ങൾ കണ്ടുണ്ടാവും ചിലപ്പോൾ കസേല വെച്ചിട്ടുള്ളതും അങ്ങനത്തെ. അത് ഫ്രീ സ്റ്റൈൽ അല്ല ശരിക്കും വെച്ചാൽ, അത് വേറൊരു ഫ്രീ സ്റ്റൈലിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ ആൾക്കാർക്ക് കാണികൾക്ക് കൂടുതലും ഫോക്കസ് അതാണ്. അപ്പം അതിൻ്റെ അകത്തേക്ക് വന്നതാണ്. ഒരുപാട് ഷോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. പ്രോഗ്രാം ഞാൻ എൻ്റെ ഫ്രണ്ട്സാണ് ആദ്യമായിട്ട് എനിക്ക് പ്രോഗ്രാം തരുന്നത്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഷോട്ടിങ്ങനെ ഇറക്കി പിന്നെ ആ ഷോട്ട് കണ്ട ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. ഇപ്പോഴത്തെ കോളേജുകളിലും ഇപ്പം സ്കൂളുകളിലും പ്രോഗ്രാം ഉണ്ട്. പിന്നെ 7s അങ്ങനെ നടക്കുന്ന ടൂർണമെന്റുകളിലും പ്രോഗ്രാം. അപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കണ ആരാ? പാരന്റ്സിനാണ് സപ്പോർട്ട് കൂടുതൽ. ഒരിക്കൽ ഇത് ഓക്കെയാണ്. പിന്നെ ഫ്രണ്ട്സാണ് എൻ്റെ ഈ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ അതിന് കമന്റ് ഇടുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാം, അതുവരെ ഞാൻ കൂടുതലായിട്ട്. അപ്പോൾ ഇപ്പോൾ പാരന്റ്സ് സപ്പോർട്ടാന്ന് പറയുമ്പോൾ ഒരുപാട് പാരന്റ്സ് ഇപ്പോൾ എന്തിനാ വെറുതെ ബോളിന്റെ പുറകെ നടക്കുന്നേ, അവർക്ക് അറിയില്ല. ഉപ്പ സ്പോർട്സിലാണ് എന്നെ. ആണോ? ഉപ്പ സ്പോർട്സിലാണ് ഖത്തറിൽ. അപ്പം അതുകൊണ്ട് തന്നെ ബോളും കാര്യങ്ങളൊക്കെ എനിക്ക് ഉപ്പ അയച്ചു തരും. പിന്നെ ഇത് കളിക്ക് ചെയ്യുന്നൊന്നും പറയില്ലെങ്കിലും അതിനുള്ള സപ്പോർട്ടൊക്കെ ഉപ്പ ചെയ്തു തരും. ബാക്കിയുള്ള ഇപ്പം എനിക്കുള്ള കോസ്റ്റ്യൂംസും അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള എന്താണെങ്കിലും ഉപ്പ അതിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഉമ്മാനെ പറഞ്ഞു വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ സംഭവം നമുക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഉമ്മാനോട് ഈ കാര്യം ആദ്യം പറയുന്നത്, പിന്നെ ഫ്രീ സ്റ്റൈൽ എന്നൊരു ഗെയിമുണ്ട്, പിന്നെ ഫുട്ബോളിൽ നിന്ന് ചേഞ്ച് ആണെന്നൊക്കെ പറഞ്ഞിട്ട്.
അങ്ങനെ അതിന് ചേഞ്ച് ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുത്തു, അതിന്റെ കുറെ വീഡിയോ കാണിച്ചു കൊടുത്ത് ഉമ്മക്ക് ഇഷ്ടമായി. ഓക്കെ, ഇപ്പം ഉമ്മനെ സപ്പോർട്ട് ഉണ്ട്, ഓക്കെയാണ്. എന്നാൽ ഇപ്പം കുറച്ചായിട്ട് ഉമ്മനെ കാണിച്ചു തരും, ട്രെൻഡിങ് മ്യൂസിക് കാണിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് വീഡിയോ ചെയ്ത് നോക്കുന്നത്. ഇപ്പൊ ഉമ്മയൊക്കെ അറിയാം ഏകദേശം ട്രെൻഡിങ്ങിൽ പോകുന്നത് എന്താണ്. ഉമ്മ എനിക്ക് കാണിച്ചാൽ മ്യൂസിക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ട്രെൻഡിങ് കയറുകയും ചെയ്യും. അത് എന്താ അറിയില്ല. റീസെന്റ് ഇപ്പൊ 3 മില്യൺ വ്യൂസ് വന്നൊരു വീഡിയോ ഉണ്ടായല്ലോ, ഉമ്മയും വാപ്പയും കൂടി. അല്ല, അത് ഉമ്മയല്ല, അത് ഉമ്മാമയാണ്. എന്റെ ഉപ്പാന്റെ ഉമ്മയാണ്, പിന്നെ ഉപ്പയും. അത് കുറച്ചായി വീഡിയോ ഇറക്കിയിട്ട്. പിന്നെ അത് ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു ഫാമിലി കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ നല്ല കമന്റും അതുപോലെ തന്നെ അത്യാവശ്യം ആൾക്കാർ അതിന് ഏറ്റെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് എത്തി ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ എന്തെങ്കിലും ചലഞ്ചസ് എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? നെഗറ്റീവ് ഉണ്ടോ ചോദിച്ചാല്, സ്റ്റാർട്ടിങ്ങിൽ ഈ ഫ്രീ സ്റ്റൈൽ ഒരു 5 കൊല്ലം മുമ്പ് ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഇപ്പൊ തന്നെ എല്ലാവർക്കും ഫ്രീ സ്റ്റൈൽ എന്താണെന്ന് ബേസിക് അറിയുള്ളൂ. അപ്പം ഫ്രീ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഞാൻ പറയാം, എന്റെ പേര് ജാസിം ഫ്രീ സ്റ്റൈൽ എന്നുള്ള ഒരു പേര് കൊടുക്കുമ്പോൾ തന്നെ ആൾക്കാർ കുറെ ആൾക്കാർ കളിയാക്കിയിട്ടോ എന്താ സംഭവം അറിയാത്തതുകൊണ്ട് ഇതിനകത്ത് പറയാനുണ്ടായിരുന്നു. അപ്പം ഫുട്ബോൾ തന്നെ എൻ്റെ നാട്ടിൽ ഒരു ഫുട്ബോൾ പ്ലെയറിന് ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആണെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ്, മൊത്തത്തിൽ നല്ല ചലഞ്ചാണ്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ വേറൊരു ഗെയിം ഇന്ത്യയിൽ പോലും കേരളത്തിൽ അത്യാവശ്യം ആരും ചെയ്യാത്തൊരു സാധനം തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല ചലഞ്ചായിരുന്നു. പിന്നെ വീട്ടിലാണെങ്കിലും എൻ്റെ ഒരു ഇസ്ലാം ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ അവിടെ തന്നെ ഈ ഷോർട്സ് ഇട്ടിട്ടൊക്കെ കളിക്കാൻ പോകുന്നതൊക്കെ ആൾക്കാർ വന്നിട്ട് പറയും. ഇപ്പം പക്കുമാക്ക് ഓക്കെ ആണെങ്കിലും വീട്ടിൽ ചിലർ വന്ന് പറയും, വലിയ ആൾക്കാർ വന്നിട്ട് പറയും ഈ ഷോർട്സ് ഇട്ട് ആൾക്കാരെ മുന്നിൽ പോയി കളിക്കൽ മോശമല്ലേ, അതിന് സാധനം വരും, വോയിസ് ആയിട്ട് അതിന് സാധനം വരും. അപ്പം അതൊക്കെ ആ സമയത്തൊക്കെ ഇങ്ങനെ ഉമ്മ പറയും. ഇപ്പൊ ഉമ്മയാണ് ഞാൻ ഷോർട്സിനോട് ടൈറ്ററൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കളിക്കല്. പൊതുവെ പ്രോഗ്രാമിന് ഞാൻ പോകുമ്പോൾ അങ്ങനെയാണ് യൂസ് ചെയ്യുക, എൻ്റെ ഒരു ഡ്രസ്സിങ് കോസ്റ്റ്യൂംസ് എങ്ങനെയാണ്. അപ്പം അത് ഞാൻ അന്നേരം ഫോളോ ചെയ്യുന്നുണ്ട് തന്നെയാണ്. ഈ ഒരു പരാതി വരുന്നുണ്ട്. അങ്ങനെ കുറെ ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ആൾക്കാരെ ചിന്താഗതി മാറിയിട്ടില്ല എന്നല്ല, ഒന്നാമത് ഇത് എന്താ പറയാ, ആൾക്കാർ അറിയില്ല ഇത്. പിന്നെ ലൈക്ക് ഇസ്ലാമിലൊരു കുറച്ച് തിയറി ഉണ്ട്, ഈ കളിച്ചിട്ടുണ്ടാക്കുന്ന പൈസ നല്ലതല്ല, അങ്ങനെ കുറെ ചലഞ്ചസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ എന്താ പറയാ, നാട്ടിലെ ആൾക്കാർ കുറച്ച് മോശമായിട്ട് അങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നു. അപ്പോ ഇതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്ത് പാരന്റ്സിന്റെ സപ്പോർട്ട് കൊണ്ട് പിന്നെ ഞാന് വീഡിയോ ഇടൽ തുടങ്ങി. പിന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഓക്കെയാണ്. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും കളിയാക്കലായിരുന്നു, കാരണം ഫ്രീ സ്റ്റൈൽ എന്താ അവർക്ക് അറിയില്ല. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ആർക്കും ഒരു സപ്പോർട്ട്, ഒരു എന്താ പറയാ, വീഡിയോ എടുക്കാൻ തന്നെ എൻ്റെ അനിയന് ആദ്യമൊക്കെ എനിക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ മനസ്സിലായി ലൈക്ക് ഇതുകൊണ്ട് കാര്യമുണ്ടെന്നുള്ളത്. കാരണം ഇൻസ്റ്റഗ്രാമും ടിക്ടോക്ക് കയ്യിൽ ഇതൊക്കെ മൊത്തത്തിൽ ട്രെൻഡായി വരുന്ന ടൈമാണ്, റീൽ എന്നുള്ള സാധനം വരുന്നതൊക്കെ ആ ടൈമിലാണ്. അപ്പം ഞാൻ വീഡിയോ ഇടൽ തുടങ്ങിയപ്പം ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം പിന്നെ അതിന് ശേഷം ഞാൻ ഓരോ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഓരോ പ്രോഗ്രാമിന് മുമ്പ് ഓരോ എൻ്റെ ഫ്രണ്ട്സിനെ കൂട്ടി പോകും. പിന്നെ നോർമലി ഉള്ള ഞാൻ ഒരു ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഒരു ചേഞ്ച് കാണുന്നവർ. അപ്പം എനിക്ക് ഇമ്പ്രൂവ് ഉണ്ട്, എനിക്കൊണ്ട് ഉപകാരം ഉണ്ട് എന്ന് തോന്നിയപ്പോൾ ഒരു സപ്പോർട്ടായി. പിന്നെ ഒരു ഏകദേശം എൻ്റെ +1 +2 സ്റ്റാൻഡേർഡ് പഠിച്ച സ്റ്റുഡൻസ് ഉണ്ട്, ഒരു പക്കാ സപ്പോർട്ടായിരുന്നു. അവരാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. +1 എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട്. കുറെ ആൾക്കാർക്ക് സ്പോർട്സിലുള്ള ആൾക്കാരാണ്, കുറെ ആൾക്കാർ പറയുക എന്താ പറയുക, എല്ലാവരും നല്ല സ്കില്ലുള്ള ആൾക്കാരാണ്. അപ്പം ഓരോ സപ്പോർട്ട് അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു. കാരണം ഓർക്ക് അത്യാവശ്യം ഓൾഡ് ഉണ്ട് ഓരോ സ്ഥലത്ത്. അപ്പോൾ ഈ ഓൾഡ് വെച്ചിട്ട് എനിക്ക് ഓരോ പ്രോഗ്രാം സെറ്റ് ചെയ്ത് തരും, ഓരോരുത്തരെ പരിചയപ്പെടുത്തി തരും. അപ്പം അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂവിങ്ങിൽ എത്തിയത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സ്റ്റക്കായി നിൽക്കും. ഇപ്പം കുറെ ഫ്രീ സ്റ്റൈലേഴ്സ് ഉണ്ട്, വീഡിയോ വരലാതെയും സഫ എന്ന് പറയുന്നൊരു ഗേൾ ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ അംന, ഷുക്കത്ത്, അതുപോലെ തന്നെ ഹാദിയ, മെരിയ, അങ്ങനെ പറയുന്ന കുറെ ഗേൾസ് ഇതിൻ്റെ അകത്ത് ഇപ്പം ഉണ്ട്. കുറെ ആൾക്കാർ ഇപ്പൊ ക്ലിക്കായി ഏകദേശം സെറ്റാണ്. ഇപ്പൊ കുറെ ആൾക്കാർ വന്ന് തുടങ്ങുന്നുണ്ട്. എനിക്ക് പറയാനുള്ള വെച്ചാൽ എല്ലാവരോടും സ്റ്റാർട്ട് ചെയ്യാം. ഇത് ശരിക്കും ഒരിക്കലും കസേല വെക്കുന്നതോ അല്ലെങ്കിൽ ചെയർ വെക്കുന്നതോ അതൊന്നും ഒരിക്കലും ഫ്രീ സ്റ്റൈൽ അല്ല. അതൊരിക്കലും തെറ്റിയിരിക്കുന്നത്. കുറെ ആൾക്കാർ തെറ്റിയിരിക്കുന്നുണ്ട്. ഈ ഫ്രീ സ്റ്റൈല് ഈ കസേല വെക്കുന്നതും പിന്നെ ലൈക്ക് ഫോൺ കൊണ്ട് ചെയ്യുന്നത് അതൊന്നും, പിന്നെ ഗ്യാസ് കുറ്റി വെക്കുന്നത് അതൊന്നും ഫ്രീ സ്റ്റൈൽ അല്ല. പക്ഷേ അതിന് നല്ല ടാലന്റ് വേണം. അത് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ഇപ്പം ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഞാൻ ബോൾ കൊണ്ട് കുറെ കൺട്രോൾ ചെയ്താൽ ആൾക്കാർക്ക് മടുക്കും. ലൈക്ക് ഒരു അത്യാവശ്യം ഞാൻ പ്രോഗ്രാം ടൈം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലായി എല്ലാം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. വലിയൊരു ആവേശം എനിക്ക് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു കസേല ഞാൻ പിന്നെ അടുത്ത് വെക്കുമ്പോൾ ഒരാവേശം ഒക്കെ മനസ്സിലാവും. അതിന് കാരണം ഒന്ന് ഡേഞ്ചറാണ്, ഇത്രയും ബാലൻസ് വെയിറ്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മൈൻഡും അതിന് പ്രിപ്പയർ ആണ്. ഒരു ഫുട്ബോള് എന്ന് വെച്ചാൽ പരന്ന ഭൂമിയിൽ ഈ ഉരുണ്ട ബോൾ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് എന്താക്കാൻ പറ്റും, എന്തും വെക്കാൻ പറ്റും. അതാണ് ഒരു കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തും ഒരു വെയിറ്റ് താങ്ങാൻ പറ്റും, എന്തും നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോ
ഈ ഫാൻസ് കുറെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ പോകുമ്പോ? സ്കൂൾ കോളേജുകളിൽ ഇന്നത്തെ പോകുമ്പോ ഇങ്ങനെ അറിയുന്ന ഈ പറഞ്ഞ പ്രോഗ്രാം ചെയ്ത് ആണോ കൂടുതൽ ഫാൻസ്? അങ്ങനെയല്ല, ഇതിൽ കൂടുതൽ ഫോളോയിങ് കൂടുതലുള്ള എനിക്ക് ബോയ്സ് ആണ്. ഗേൾസിനുണ്ട് ഈ പറഞ്ഞ തന്നെ. പ്രോഗ്രാമിന് പോകുമ്പോൾ ഈ ചെറിയ കുട്ടികൾ അവർക്കൊക്കെ ഈ ബോൾ കൺട്രോൾ കാണുമ്പോൾ അവർക്കല്ല ഒരു ഹാപ്പിനെസ് ആണ്. അത് എനിക്ക് കൂടുതൽ ഈ പ്രോഗ്രാം ഇഷ്ടം ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ആ ഒരു ലെവലാണ്. അതാകുമ്പോൾ നല്ല സപ്പോർട്ട്, ഓരോ എനർജി ഒരു കൂടുതലാണ്. കാറിൽ വന്നിട്ടുണ്ടോ അങ്ങനെ കാക്കു ഞങ്ങളുടെ ഭയങ്കര ഫാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും? പക്ഷേ അതൊരിക്കലും നമ്മൾ അങ്ങനെ ഐഡിയുടെ അത് എടുക്കില്ല, നേരെ കുറച്ച് സപ്പോർട്ട് ചെയ്ത് വിടും. ഓക്കെ. അപ്പൊ ഈ കൊച്ചിയിൽ എങ്ങനെയാ വന്ന്? ഞാൻ കൊച്ചിയിൽ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി വന്നതാ, നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് കോഴ്സ് എടുക്കാൻ. ഞാനൊരു കോഴ്സ് എടുക്കാൻ ഒരു 6 മാസത്തെ കോഴ്സ് എടുക്കാൻ വന്നിട്ട് 4 കൊല്ലം ഇവിടെ പോയി. അതെ, ഇവിടെ കൊച്ചൊരു എനിക്കൊരു ലൈക്ക് ഒരു സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു സ്കില്ലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതലും ഇമ്പ്രൂവ് ആയി എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പൊതുവെ നമ്മളെ നാട് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ എനിക്ക് ഇവിടെ നല്ല ഗ്രൗണ്ട് ഉണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ അക്കാദമി ഉണ്ട്, പിന്നെ നല്ല കോച്ചസ് ഉണ്ട്, പിന്നെ മീഡിയ അറ്റൻഷൻ ഉണ്ട്, ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ പറഞ്ഞ ആക്ടേഴ്സിനാണെങ്കിലും ഒരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പ്ലാനുള്ള ആൾക്കാർ കൊച്ചി ഫോക്കസ് ചെയ്യണത് ബെറ്ററാണ്. കാരണം ഇപ്പം കാലിക്കറ്റ് ഒക്കെ എന്നാലും ഉഷാറ് വരുന്നുണ്ട്, എന്നാലും കൊച്ചിയിൽ എല്ലാവരും ഉണ്ട്, എല്ലാ ഫീൽഡിലുള്ള ആൾക്കാർ. ഇപ്പം ഞാനൊരു വീഡിയോ എനിക്ക് നാട്ടിലാകുമ്പോൾ വീഡിയോ എടുക്കുന്ന ചിലപ്പോൾ വീഡിയോ എഡിറ്റർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ ഇത് പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. പക്ഷെ ഇവിടെ കൊച്ചിയിലാകുമ്പോൾ എല്ലാ ആൾക്കാരും ഉണ്ട്, എഡിറ്റേഴ്സ് ഉണ്ടാവും, വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ടാവും, എന്തിനാണെങ്കിലും നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ഈ പറഞ്ഞ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട് ഓൾമോസ്റ്റ്. അങ്ങനെ കൊച്ചിയിൽ ഞാൻ വന്ന് ലുപ്പായത് ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഇതിന് എക്സസൈസ് കാര്യങ്ങൾ എന്തെങ്കിലും ഡെയിലി ചെയ്യണം? ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്തായാലും വാമ്പ് ചെയ്യും, വാമ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വാമ്പ് ചെയ്തില്ലേ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും എല്ലാ ബോഡിയും പിന്നെ സ്ട്രെച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? ഫുഡ് ഇതിനായിട്ട് ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ലൈക്ക് ഒരു ഞാൻ അങ്ങനെ ഫുഡിൽ അത്ര കൺട്രോളുള്ള ആളല്ല, എന്നാലും ഓക്കെ. ഓവർ ഫുഡ് കഴിക്കൊന്നുമില്ല, എന്നാല് തീരെ ഫുഡ് കഴിക്കാനില്ല, നോർമൽ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോളർ ആരാ? എനിക്ക് ഫുട്ബോൾ ഓൾമോസ്റ്റ് എല്ലാ പ്ലേസിനും ഇഷ്ടമാണ്, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരാളോട് പ്രത്യേകം അല്ല, എനിക്ക് എല്ലാ പ്ലേസിനും ഇഷ്ടം. എന്ന് വെച്ചാൽ എനിക്ക് ഓരോ കാറ്റഗറിന്ന് ഓരോ പ്ലേസിന് ഇഷ്ടം. ഇപ്പൊ നെയ്മറിന്റെ സ്കിൽസ്, നെയ്മറിന്റെ പിന്നെ ചില കളികൾക്ക് ഭയങ്കര ഇഷ്ടം. അത് മെസ്സിയിലേക്ക് പോകുമ്പോൾ മെസ്സിയുടെ ഡ്രിബ്ലിങ്ങും പാസിങ്ങും ആ ഒരു ടീം ഗെയിമിങ് എനിക്ക് ഭയങ്കര ഇഷ്ടം. റൊണാൾഡോയിലേക്ക് പോകുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ എക്സസൈസ്, പ്രാക്ടീസ്, ഹാർഡ് വർക്ക്, ഈ പറഞ്ഞ പോലെ ഷൂട്ട്, അതൊക്കെ ഫ്രീ കിക്ക്, അങ്ങനത്തെ ഓരോരോ പ്ലേയേഴ്സിന്റെ ഓരോ രീതി എനിക്ക് ഇഷ്ടം. ഒരു പ്ലെയറിനെ മൊത്തത്തിൽ ഇഷ്ടപ്പെടാൻ മെസ്സി എനിക്ക് ഓൾമോസ്റ്റ് അങ്ങനെ എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള ഒരു പ്ലെയറൊക്കെ മെസ്സിയാണ്. കാരണം എല്ലാം കൊണ്ടും സെറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറായിട്ട് കാണാനുള്ളത്. പക്ഷെ എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സ് കുറവാണെന്ന് കൂടുതൽ അങ്ങനെയല്ല, എല്ലാവരും ഓരോ കാറ്റഗറിയിൽ ബെറ്റർ ആണ്. പിന്നെ എനിക്ക് നെയ്മർ, മെസ്സി, റൊണാൾഡോ അതിനേക്കാൾ ഇഷ്ടമുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ റൊണാൾഡീനോ, മെർസലോ, പിന്നെ ഇബ്രാഹിമോവിച്ച്, അങ്ങനെ കുറച്ച് ആൾക്കാർ എനിക്ക്, പോഗ്ബ, അവരൊക്കെ കളിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. ഈ പറഞ്ഞ റൊണാൾഡോ, മെസ്സിനെ പോലെ തന്നെ ഓരോക്കെ അതുപോലെ ഇഷ്ടമാണ്. അപ്പോ ഈ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയൊക്കെ നടക്കുന്നുണ്ടല്ലോ, അപ്പോ തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടും അവരെന്താണ് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നി ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ പല പ്രോഗ്രാം ഇവന്റും അറ്റൻഡ് ചെയ്ത ഈ പ്രോഗ്രാമിനുള്ളിലേക്ക് പോയ ഒരാളാണ്. മൊത്തത്തില് ISL പ്രോഗ്രാമൊക്കെ അധികം കിട്ടും. അപ്പം മനസ്സിലായെന്ന് വെച്ചാൽ മാനേജ്മെന്റിന്റെ ഫാൾട്ട് എലമെന്റ് ഉണ്ട്. കൂടുതലായിട്ട് എനിക്ക് തോന്നിയതാണ് ഫാൾട്ട് ഉണ്ട്. നല്ല കോച്ചസ് ഉണ്ട്, നല്ല പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്, പിന്നെ നല്ല ഫാൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് പറയാനുള്ളതാണ് ഫാൻസ്, നല്ല ഫാൻസ് സപ്പോർട്ട്. ഇത്രയും തോൽവി ഉണ്ടായിട്ടും ഫാൻസ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലരും പല മിസ്റ്റേക്സ് കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ടീവ് കണ്ടുകൊണ്ട് തന്നെ ഇവര് അതിനൊരു നല്ലൊരു കാര്യം ചെയ്യേണ്ടതാണ്, മൊത്തത്തിൽ ചേഞ്ച് ആക്കേണ്ടതാണ്. മാനേജ്മെന്റ് ആണെങ്കിലും ഈ പറഞ്ഞ എല്ലാം കൊണ്ടൊന്ന് സെറ്റ് ആവേണ്ടതാണ്. പ്രതീക്ഷയാണ്. ഇത്ര നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇക്കൊല്ലം കിട്ടും. പക്ഷേ ഇപ്പൊ ഈ സാധനം നമ്മൾ പോയി ഇനി കിട്ടിയ കാണാവുന്നൊരു സാധനത്തിലേക്ക് നിൽക്കുക. സത്യം. അപ്പോ ഈ ഫിലിമിൽ എന്തൊക്കെയോ ചാൻസസ് വന്നു ഞാൻ കേട്ടായിരുന്നു. ഫിലിമില് ചാൻസ് ഉണ്ടായിരുന്നു. മുമ്പേ പറഞ്ഞ ഫ്രീ സ്റ്റൈല് ക്ലിക്കാതെ മൊത്തത്തില് വീഡിയോ ഇങ്ങനെ ഇട്ടോട് ഞാനിപ്പം കുറച്ചൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒന്ന് നിർത്തി പിന്നെ സ്റ്റാർട്ട് ചെയ്ത ഇപ്പം. അപ്പം ആ ഒരു ടൈമില് മൂവിയിലേക്ക് 2 മൂവിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓഡീഷനിൽ വിളിച്ച ആൾക്കാരുണ്ട്, നേരെ ഡയറക്റ്റ്ലി വിളിച്ച ആൾക്കാരുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇസ്ലാം ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലി ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ ഞാൻ ഫിലിമിൽ എനിക്ക് നോർമലി ഫിലിമിൽ ആക്ടറാണ് ആ ഒരു സാധനമൊന്നും എനിക്കില്ല. എന്നാലും ഈ സ്പോർട്സിൻ്റെ എൻ്റെ ഒരു പാഷൻ എനിക്ക് എടുത്ത് കാണിക്കാനുള്ളൊരു
ഫിലിം ചാൻസ് കിട്ടുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു സ്പോർട്സിന്റെ ഒരു പ്രോഗ്രാമിലൊരു ആക്ടിങ് രീതി കിട്ടുകയാണെങ്കിൽ എനിക്ക് ബെറ്റർ ആയിരുന്നു, കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കിട്ടിയ ഒരു ചാൻസ് ഞാൻ എന്താക്കി, അത് മിസ്സായെന്ന് വെച്ചാൽ എന്നെ വിളിച്ചിട്ട് ചോദിക്കും. അപ്പം ഞാൻ ഉമ്മാനോട് ചോദിക്കും, ഉമ്മാർ ഉപ്പാനോട് ചോദിക്കാൻ. അപ്പൊ ഉപ്പാനോട് ചോദിച്ച് ഉപ്പ ചിലപ്പം നൈറ്റ് ആയിട്ടേക്ക് വിളിച്ചിട്ട് പറയാം ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വിളിക്കുമ്പോഴേക്ക് ഒരു ചാൻസ് പോകും. കാരണം ഫിലിം ഫീൽഡ് എന്നൊക്കെ വെച്ചാൽ ഒരു ടൈമിൽ കിട്ടുന്നതാണ്. അപ്പം അത് ലേറ്റ് ആകുന്ന ഓരോ പ്രോഗ്രാം പോകും. പിന്നെ ഇപ്പം എന്നോട് ഞാൻ ഇപ്പനോടൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുള്ളത് എന്തെങ്കിലും ഒരു ഫിലിം ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ പോകുന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞ തന്നെ എന്താ പറയാ, ഫിലിമിലേക്ക് പോകാനുള്ളൊരു സപ്പോർട്ടൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സ്പോർട്സിന്റെ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ പോയിക്കോന്നുള്ളൊരു സപ്പോർട്ടാണ്. ആക്ച്വലി മതത്തിന്റെ ഈ ഒരു ഇത് യോജിക്കുന്നുണ്ടോ വെച്ചാല് കുറെ കാര്യത്തില് ഞാൻ ഓക്കെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം മൂവി കാണുന്ന ആൾക്കാരുണ്ട്, പക്ഷെങ്കിൽ മൂവിയിലേക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. പിന്നെ മൂവി ഒരു ആക്ടർ എന്നുള്ള ഇതിനകത്ത് ഒരു വേറൊരു മൈൻഡ് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് പ്രശ്നമാണ്. അത് ഞാൻ എല്ലാവരോടും പറയുന്നതാണ്. കാരണം ഞാനിപ്പോൾ ആക്ടിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ ചിലപ്പോൾ വലിയ പ്രശ്നമാവും, ചാൻസ് ഉണ്ടെങ്കിലും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സ്പോർട്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഈ ഒരു സ്പോർട്സ് ആൾക്കാരിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് ഉണ്ടെങ്കിൽ പോകുന്നില്ലാതെ മൊത്തത്തിലില്ല. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ, നമുക്ക് ചുറ്റും ഒരുപാട് പേര് കളിക്കുന്നുണ്ട്, നല്ല കഴിവുള്ളവരുണ്ട്. അവരൊന്നും ഈ ലോകം അറിയണില്ല. അങ്ങനെ ഉള്ളവർക്ക് എന്താ പറയാനുള്ളവരോട്? ഫുട്ബോളേഴ്സിനെ അറിയണമെങ്കിൽ കൂടുതലും നല്ല ഏതെങ്കിലും അക്കാദമിക് ഏരിയ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോകാന്നല്ലാതെ ഫ്രീ സ്റ്റൈലേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇപ്പൊ ഫ്രീ സ്റ്റൈലേഴ്സ് കേരള ഫ്രീ സ്റ്റൈലേഴ്സ് വേറെതാണ്, ഇന്ത്യ ഫ്രീ സ്റ്റൈലേഴ്സ് വേറെതാണ്. രണ്ട് ഡിഫറെന്റ് എന്ന് വെച്ചാൽ ഇത് ഫ്രീ സ്റ്റൈൽ തന്നെ രണ്ടും ഒരു ഇതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒന്ന് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒന്ന് പിന്നെ കോമ്പറ്റീഷൻ മാത്രം പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന് കോമ്പറ്റീഷൻ വേൾഡ് ലെവലിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് വേറെ പേയ്മെന്റും കാര്യങ്ങളൊന്നും മേടിക്കാതെ വീട്ടിൽ നിന്ന് ഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു കോമ്പറ്റീഷന് എപ്പോഴെങ്കിലും ഒരു ടൈമിൽ ഉണ്ടാകുമ്പോൾ ആ ടൈമിന് അവിടെ പോയി പെർഫോം ചെയ്ത് മാർക്ക് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ആൾക്കാരറിയില്ല. അവരെ പറഞ്ഞ പോലെ തന്നെ അവർ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് എനിക്ക് കൂടുതലും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണം. ഇത് രണ്ടും കൂടി മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഈ കോമ്പറ്റീഷൻ ഞാൻ ട്രൈ ചെയ്തില്ല. ഇപ്പം ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. സോ കോമ്പറ്റീഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരാളെക്കാട്ടും കൂടുതൽ ചെയ്യണം, കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് റിസ്ക് ഉള്ള ഒരു ഗെയിമാണ്. നേരെ മറിച്ച് മറ്റേതാകുമ്പോൾ നമ്മളൊരു സാധനം പഠിച്ച് അത് നമ്മൾ ആൾക്കാരെല്ലാം ചെയ്ത് അതിൻ്റെ വീഡിയോ ഇറക്കി കൊടുത്ത് കൂടുതലും ഈ ഫാൻസിന് കിട്ടും. ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരെ സപ്പോർട്ട് കിട്ടും, ആൾക്കാരെ അറിയും. പിന്നെ പേയ്മെന്റ് ഇതിൻ്റെ അകത്താണ് കൂടുതൽ കിട്ടുന്നത്. അപ്പം ഇതാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഫ്രീ സ്റ്റൈലിലേക്ക് വരുന്ന ആൾക്കാരെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ കോമ്പറ്റീഷൻ പോകുന്ന ആൾക്കാർ കോമ്പറ്റീഷൻ തന്നെ മാത്രം ഫോക്കസ് ചെയ്യാം. ഈ ഫ്രീ സ്റ്റൈൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ പ്രോഗ്രാം മാത്രം നോക്കുക. പിന്നെ വീഡിയോ ഇടുക. മാക്സിമം നമ്മളൊരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ അന്നേരം വീഡിയോ ഇടുക. അത്രയാണ് കേട്ടോ. ചെറിയ പ്രോഗ്രാം ആണെങ്കിലും ചെറിയൊരു വേദി കിട്ടുകയാണെങ്കിൽ അവിടെ പെർഫോം ചെയ്യാൻ നോക്കുക. സ്റ്റേജ് ഫിഗർ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സ്റ്റേജ് ഫിഗർ കുറവായിരുന്നു. ഞാൻ പ്രോഗ്രാം എന്തുകൊണ്ടറിയില്ല, സ്റ്റേജ് ഫിഗർ എനിക്ക് വളരെ കുറവായിരുന്നു. എനിക്ക് ആദ്യം പ്രോഗ്രാം കിട്ടിയത് തന്നെ ഞാൻ വേഗം അറ്റൻഡ് ചെയ്യാൻ ഓക്കെ പറഞ്ഞു, ചെയ്തു, ആ വീഡിയോ ക്ലിക്കാവുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ പ്രോഗ്രാമിലേക്ക് വരുന്നത്. അപ്പം എത്ര ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ലൈക്ക് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ആണ്. ലൈക്ക് ഒന്നില്ലെങ്കിൽ രണ്ടാൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്താൽ മതി. എത്ര ആൾക്കാർ വെച്ചാൽ ഒരു പ്രശ്നം. എല്ലാവരും ഒരു സമയത്ത് ഇങ്ങനെ നോക്കിക്കുമ്പോ ആ കൺട്രോൾ വിടാതെ ചെയ്യുമ്പോ അതെന്റെ ഡ്രീം അതായിരുന്നു. ലൈക്ക് പാഷൻ അതായിരുന്നു എന്റെ മൈൻഡിൽ വെച്ചാല്. സത്യം പറഞ്ഞാല് എന്റെ കയ്യിൽ കുറച്ച് ചെറിയൊരു ഇതായിരുന്നുള്ളൂ, ചെറിയൊരു ആഗ്രഹമുള്ളൂ. കുറച്ച് ആൾക്കാരെ എനിക്ക് വേണ്ടി കൈയടിക്കണം, ലൈക്ക് ഞാൻ നടുവിൽ നിന്ന് കളിക്കണം, ഒരു സാധനം അതെനിക്ക് അങ്ങനെ കിട്ടി. പിന്നെ കുറച്ച് ഫോളോവേഴ്സ് ലൈക്ക് ഒരു ഇൻസ്റ്റാഗ്രാമൊക്കെ ഒരു കാണിക്കണം എന്നുള്ളതായിരുന്നു. അത് കണ്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിലൊരു കുറച്ച് ട്രോഫീസ് വേണമെന്നുള്ളതായിരുന്നു. അതൊക്കെ എന്റെ ഡ്രീം സത്യം പറഞ്ഞാല് എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ഏകദേശം. ഇനിയിപ്പം അടുത്തൊരു ഡ്രീമിലേക്ക് പോകണം. എന്താണ് അടുത്ത ഡ്രീം? അടുത്ത ഡ്രീം എനിക്ക് എന്റെ ഫോളോവേഴ്സ് കുറച്ചും കൂടി കൂട്ടണം. ലൈക്ക് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം വെച്ചാൽ ഒരു പാഷൻ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് കൊണ്ടുപോകാൻ പറ്റും. യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ജോബാണ്. കറക്റ്റ് നമ്മൾ കറക്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യണം, എടുക്കണം, അത് അപ്ലോഡ് ചെയ്യണം. ഒരു നേരെ മറിച്ച് മറ്റേതൊക്കെ 30 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് മതി. മറ്റേത് അങ്ങനെയല്ല, അത്യാവശ്യം ലോങ് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ
അതൊരു ഞാൻ ഇപ്പൊ കൊച്ചിയിലായതുകൊണ്ട് എനിക്ക് നടക്കില്ലായിരുന്നു ഈ വീഡിയോ ഇടാനും ഒന്നിനും. അപ്പൊ ഇനിയിപ്പം ഞാൻ കൊച്ചി കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് പോയി. ഇനിയിപ്പോൾ കറക്റ്റ് വീഡിയോ ഇടണം, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. അതാണ് ഫ്യൂച്ചർ പ്ലാൻ. ഫ്യൂച്ചർ പ്ലാൻ കരിയർ ആക്കാനുള്ള അതെന്നെ എന്റെ പ്ലാന്, കരിയർ ആക്കാൻ. പക്ഷേ സെക്കൻഡ് കുറച്ച് ചാൻസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഇതെന്നെ കരിയർ ആക്കാൻ, പാഷൻ തന്നെ പ്രൊഫഷണൽ ആക്കാനാണ് എന്റെ പ്ലാന്. അതിന്റെ അക്കാദമി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഒന്നും ഫിക്സ് ആയിട്ടില്ല, ലൈക്ക് അക്കാദമി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ. കാരണം കുറെ സ്റ്റുഡൻസ്, കുറെ ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഫ്രീ സ്റ്റൈൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഫ്രീ സ്റ്റൈൽ പിന്നെ എവിടെ തുടങ്ങണം, ഏത് ബോൾ യൂസ് ചെയ്യണം, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട്. കാരണം അത്ര ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഈ ഫുട്ബോള്. ഒരു ടൈമിൽ എൻ്റെ ടൈമിലൊക്കെ ഫുട്ബോളായിരുന്നു എല്ലാവർക്കും പാഷൻ. അതിന് മുമ്പ് ക്രിക്കറ്റ് ആയിരുന്നു, വോളിബോൾ, ക്രിക്കറ്റ്. പിന്നെ ഇപ്പോൾ ഫുട്ബോളായി. ഇപ്പോൾ കുറെ ആൾക്കാർ ഫ്രീ സ്റ്റൈലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ലെവലിൽ നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതൊരു കോമ്പറ്റീഷൻ പോലെ എല്ലാ സ്കൂളും വെക്കുക, അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് അതൊരു വലിയൊരു കോമ്പറ്റീഷൻ, അങ്ങനെ നല്ല സ്പോൺസേഴ്സും നല്ലൊരു വേദിയും ഒരു വലിയൊരു പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷേ ഇത് നോർമലി എന്നെ കൊണ്ട് മാത്രം പറ്റൂല, കുറെ ഫ്രീ സ്റ്റൈൽ ശരിയും വരണം. അപ്പൊ എല്ലാവരും കൂടി സെറ്റ് ആയാൽ വരാന്നുള്ള പ്ലാനാണ്. ബിസിനസ് എന്തോ ചെയ്യുന്നുണ്ടല്ലോ സൈഡായിട്ട്? ബിസിനസ് ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഇതിന്റെ പുറകെ ട്രാവലിംഗ് ചെയ്യുന്നുണ്ട്. ഒരു പിന്നെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു പരിപാടി. ട്രാവലിംഗിന്റെ പാഷൻ കയറിയത്? ട്രാവലിംഗ് ആദ്യം ഇഷ്ടമാണ്. ട്രാവലിംഗ് ഇഷ്ടമുള്ളതുകൊണ്ട് എല്ലാം പാഷൻ തന്നെ പ്രൊഫഷണൽ ആക്കാനുള്ള പ്ലാനാണ്. അപ്പം ട്രാവലിംഗ് ഇഷ്ടമാണ്, സ്പോർട്സും ഇഷ്ടമാണ്. ഇത് രണ്ടും കൂടിയിട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ് ഇപ്പൊ അക്കൗണ്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ഇപ്പം ഇൻസ്റ്റയിൽ അൽഗോരിതം മാറി മൊത്തത്തില്. എന്ന് വെച്ചാല് ആദ്യം ഫുട്ബോൾ കണ്ടന്റ് ഇടുന്ന ആൾക്കാർക്ക് ഫുട്ബോൾ കണ്ടന്റ് മാത്രമേ ഇട്ടിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്ന് വെച്ചാല് നമ്മൾ ഒരാൾ അക്കൗണ്ടിൽ എല്ലാ കാര്യവും വേണം. എന്ന് വെച്ചാല് സാഡ് വേണം, പിന്നെ ഹാപ്പിനെസ് വേണം, പിന്നെ മോട്ടിവേഷൻ വേണം, ഫണ്ട് വേണം, പ്രാങ്ക് വേണം, അങ്ങനെ എല്ലാ കണ്ടന്റിലുള്ള ഒരാൾക്കാർക്കാണ് കൂടുതൽ ഫോളോവേഴ്സും ഈ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡിങ്ങിലേക്ക് പോവുക. അപ്പം ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ഫുഡ് വ്ലോഗ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ സ്പോർട്സിനെ ചെയ്യുന്നുണ്ട്, പിന്നെ ട്രാവലിംഗ് ചെയ്യുന്നുണ്ട്. ട്രാവലിംഗ് സ്പോർട്സ് എൻ്റെ മെയിൻ ആയതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഫോക്കസ് ഉണ്ട്. അടുത്ത ഇനിയിപ്പം നോമ്പായതിനു ശേഷം നമ്മളിപ്പം ഇവന് കുറച്ച് പ്രോഗ്രാംസ് കുറവാണ്. ഇപ്പം കൂടുതലും കണ്ടന്റ് വീഡിയോ ചെയ്യുന്ന. പക്ഷെ 8-ാം തീയതി ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. ഇപ്പം പുതിയൊരു യോയോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു ടീം പുതിയൊരു സ്പോർട്സ് കരിയർ തുടങ്ങുന്നുണ്ട്. ആൾക്കാർക്ക് ഈ ഫ്രീ ആയിട്ട് കുട്ടിക്ക് കോച്ചിങ് കൊടുക്കുന്ന ഒരു പരിപാടി. അപ്പൊ അതിൻ്റെ ഒരു 7-8 തീയതി വരുന്നുണ്ട് പ്രോഗ്രാം. പിന്നെ 6-ാം തീയതി ഒരു മെഡിക്കൽ കോളേജിലൊരു പ്രോഗ്രാം. അങ്ങനെ പ്രോഗ്രാംസ് ഉണ്ട് എല്ലാ ജില്ലയിലും. ഞാൻ ഓൾമോസ്റ്റ് കേരളത്തിൽ ഇപ്പം എല്ലാവരും ചെയ്തു. ഇടുക്കി മാത്രമായിട്ട് ചെയ്യാനുള്ളൂ, ബാക്കി ഏകദേശം എല്ലാവരും ചെയ്തു. പുറത്തേക്ക് കേരളത്തിന് പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട് പ്രോഗ്രാം. നേരെ മറിച്ച് എനിക്ക് അതിനും പുറത്തേക്ക് കിട്ടണമെന്നുണ്ട്. അപ്പം ഞാൻ 2-3 പ്രോഗ്രാം വിളിച്ചു, പക്ഷേ ഫിക്സ് ആയിട്ടില്ല. ഖത്തർ ക്യാമ്പസിന്റെയും അതുപോലെ തന്നെ ദുബായ്, അങ്ങനത്തെ 2 പ്രോഗ്രാം ഫിക്സ് ആയിട്ടില്ല, എന്നാലും വിളിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു പുതിയ ചാനൽ തുടങ്ങാൻ നിൽക്കുക, IDTV ഹെൽത്ത് ആൻഡ് സ്പോർട്സ്. അപ്പൊ ആ ഒരു ചാനൽ ഞങ്ങൾ കൂടുതലായും പ്രാദേശികമായി കളിക്കുന്ന ഒരുപാട് ലോക്കൽ ഉണ്ടാവുമല്ലോ, ലോക്കലായിട്ടുള്ളത്. ഇപ്പൊ മലപ്പുറത്തായിക്കോട്ടെ, കാലിക്കറ്റ് ആയിക്കോട്ടെ, കൊച്ചി ആയിക്കോട്ടെ, എല്ലായിടത്തും ഒരു സംഘടനകൾ നടത്തുന്ന ഒരു പ്രോഗ്രാം ഒക്കെ നമ്മൾ ലൈവായിട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം പോലെ, സാമൂഹ്യ പ്രവർത്തനം പോലെ. അപ്പൊ എന്താണ് ആ ഒരു ടീമിനോട് പറയാനുള്ളത്? അത്യാവശ്യം ശരിക്കും പറഞ്ഞാല് ഈ ഇന്റർനാഷണൽ കളിക്കുന്നത് അല്ലെങ്കിൽ നല്ല പ്ലേയേഴ്സിനെക്കാട്ടും കൂടുതൽ നല്ല പ്ലേയേഴ്സ് ഈ സെവൻസ് കളിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നല്ല കാസർഗോഡൊക്കെ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട്. കാസർഗോഡ്, കണ്ണൂർ, മൊത്തത്തില് മലബാർ ഏരിയയിൽ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ തന്നെ തിരുവനന്തപുരത്താണെങ്കിലും പ്ലേയേഴ്സ് ഉണ്ട്. എന്നാലും ഈ ലോക്കൽസ് കൂടുതലുള്ളത് ഈ മലബാർ ഏരിയയിലാണ്. അപ്പോൾ അവിടെ നല്ല നല്ല പ്ലേയേഴ്സിന് ചാൻസ് കൂടുതൽ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് പോകാൻ പറ്റാത്ത ആൾക്കാർ ഈ ലോക്കൽ തന്നെ കളിച്ചാൽ അവിടെ തന്നെ സെറ്റ് ആയിക്കും. കാരണം ലോക്കൽ കളിച്ചാൽ ഓരോ ദിവസം കളിക്കുക, ഒരു കുലിപ്പടി പോലെ ലോക്കൽസ് ഇരിക്കാറല്ലേ. ഒരു ദിവസം ഒരു ടീമിനോട് കളിക്കുക, പിറ്റേ ദിവസം ഒരു ടീമിനോട് കളിക്കുക, അങ്ങനെ ഓരോ കളി പോലെയാണ്. പേയ്മെന്റ് കിട്ടും, പിന്നെ അങ്ങനെ പോവാം. അപ്പം ഇവർക്ക് ആരും ഫെയിം ആക്കാനുള്ളൊരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാകുന്നില്ല. എന്ന് വെച്ചാൽ ഒന്നാമത് ഒരു ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ടാവില്ല, രണ്ടാമത് സോഷ്യൽ മീഡിയയിലൊന്നും ഇടുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കുകയാണെങ്കിൽ ഓരോക്കെ ബെറ്റർ ആകാൻ പറ്റും. ഈ പ്ലേയേഴ്സിനെ കണ്ടിട്ട് പ്ലേയേഴ്സിന്റെ ക്വാളിറ്റിയും ഓരോ പിന്നെ സ്കിൽസ് കണ്ടിട്ട് എന്താക്കാൻ പറ്റും, ഈ മാനേജേഴ്സിന് വേറെ വലിയ ടീമിലേക്ക് എടുക്കാനും പറ്റും. ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആകും ചിലപ്പോൾ. ഇപ്പൊ നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാണിക്കാൻ പറ്റുമോ? ചെറിയ എന്തെങ്കിലും ബോൾ സ്പിൻ ചെയ്തിട്ട് കാണിച്ചിട്ടാണ്. നോർമലി എല്ലാവരും ചെയ്യാൻ പറ്റില്ല. ഇത് സ്പിൻ ചെയ്തിട്ട് ആണെങ്കിൽ എനിക്ക് തരാൻ പറ്റും.
ഇത്രയും സ്കിൽസ് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ് അല്ലേ? എന്നാലും എങ്ങനെ? അല്ല, ഞാൻ യൂട്യൂബ് നോക്കുന്നുണ്ട്. യൂട്യൂബിൽ ഓരോ സ്കിൽസുകൾ ആദ്യമൊക്കെ നമ്മൾ നോക്കും. പിന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ നമ്മളായിട്ട് കുറച്ച് സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കും. ഈ കസേലൊന്നും പൊതുവേ പുറത്തുള്ള ഫ്രീ സീരീസ് ആരും ചെയ്യുന്നില്ല. കേരളത്തിലുള്ള ഫ്രീ സീരീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. കസേല വെച്ചിട്ടുള്ള കസേല പിന്നെ ഒരുപാട് സാധനങ്ങൾ വെക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു സ്കിൽസ്. ഇത് ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് വെക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ഫ്രീ സ്റ്റൈൽ അല്ല. സോ ഇത് വേറെ ഒന്നാണ്. ഗ്യാസും കുറ്റിയൊക്കെ എനിക്ക് തോന്നുന്നു വേറെ പുറത്തുള്ള ആരും ചെയ്യുന്നില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ച് സാധനം കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളുണ്ട്. പിന്നെ ബക്കറ്റിന്റെ മുകളിൽ നിന്നിട്ട് ലൈക്ക് ടീഷർട്ട് കഴിക്കുന്ന അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതൊന്നും ശരിക്കും ഫ്രീ സ്റ്റൈൽ അല്ല. പക്ഷെങ്കിൽ അതിന് നല്ല ടാലന്റ് വേണം. അവർ ഈ പറഞ്ഞ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇത് ഫ്രീ സ്റ്റൈലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഈ ഫ്രീ സ്റ്റൈലേഴ്സ് ചെയ്യുന്നതിനെക്കാളും ടാലന്റ് ചിലത്. ശരിക്കും ഈ വീഡിയോസ് ഒക്കെ നമ്മളിപ്പോ കണ്ടപ്പോ ഒരു മനുഷ്യന് ഇത്രയും ചെയ്യാൻ പറ്റും എന്ന് തോന്നിയത് ഇപ്പോഴാണ്. ഫ്രീ സ്റ്റൈൽ നോർമലി ഒരാൾക്ക് ബോഡി കൺട്രോളുള്ള ഒരാൾക്ക് ചെയ്ത് വരുന്നു. പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണ്. വലിയ റിസ്ക് ഇല്ല സത്യത്തിൽ. പക്ഷെങ്കിൽ ഈ പറഞ്ഞ ചെയർ, ഗ്യാസ് കുറ്റി ഇതൊക്കെ വെക്കുമ്പോൾ നല്ല റിസ്ക് ആണ്. ഒന്ന് നമ്മുടെ ബോഡിക്ക് സീനുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് കൂടുമ്പോൾ. പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ ഇത്ര ആൾക്കാരെ ഓഡിയൻസിന്റെ മുമ്പിൽ ചെയ്യല് നല്ല റിസ്ക് ആണ്. പിന്നെ ബക്കറ്റിന്റെ മുകളിൽ കയറി ചെയ്തിട്ടുള്ളതും ഇതൊക്കെ കുറച്ച് റിസ്ക് ആണ് ശരിക്കും പറഞ്ഞാല്. അത് പിന്നെ ആൾക്കാരെ ടാലന്റ്, ആൾക്കാരെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവരുടെ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ കുറെ ആൾക്കാര് സ്റ്റുഡൻസ് കുറെ ആൾക്കാര് ലൈക്ക് തുടക്കക്കാർ കുറെ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഈ ഗ്യാസ് കുറ്റി വെക്കുന്നത്, കസേല വെക്കുന്നത്, പിന്നെ ബക്കറ്റിന്റെ മുകളിൽ കയറി നിന്നിട്ട് ടീഷർട്ട് ഇടുന്നത് ഇതൊക്കെ ഫ്രീ സ്റ്റൈലാണുള്ളത്. അതൊരിക്കലും അല്ല. പക്ഷെങ്കിൽ പിന്നെ ഫ്രീ സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. ഫ്രീ സ്റ്റൈൽ അവർക്ക് അറിയാം. ഈ പറഞ്ഞ എക്സ്ട്രാ സ്കില്ലുകളുണ്ട്, അതും കൂടി അവിടെ കാണിക്കാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജാസിം പുതിയ അക്കാഡമി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവിടെ പോയി പഠിക്കാവുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും എൻക്വയറീസ് ഇതേപോലത്തുള്ള ഇവന്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആളേൽപ്പിക്കാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ റുബയ ദിസ്തി സൈനിങ് ഓഫ്.